തായ്ലൻഡിലെ സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വിമാനം അടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കുടുംബസമേതമുള്ള എൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ ടൂറായിരുന്നു അത്. അതുകൊണ്ട് തന്നെ യാത്രയെക്കുറിച്ച് പല ആശങ്കകളും, പ്രത്യേകിച്ച് യാത്രയിൽ എടുക്കാവുന്ന സാധനങ്ങൾ, എടുക്കാൻ പാടില്ലാത്തവ എന്നിവയെല്ലാം കുറിച്ചുള്ള പല സംശയങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഈ വീഡിയോയിൽ അവയിൽ പ്രധാനപ്പെട്ട ചിലതും പരിഹാരങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. സുവർണഭൂമി എയർപോർട്ടിനേക്കാൾ എനിക്ക് നന്നായി തോന്നിയത് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. തായ് എയർ ഏഷ്യ ഫ്ലൈറ്റിലെ ലെഗ് സ്പേസാണ് വലതുവശത്തിൽ കാണുന്നത്. 2 തരം ലഗേജുകളെക്കുറിച്ച് ആദ്യം പറയാം. ഒന്ന് ചെക്ക് ഇൻ ബാഗേജ്. അത് യാത്രക്കാർ ഇരിക്കുന്നിടത്ത് വയ്ക്കാനുള്ളതല്ല. ക്യാബിൻ ബാഗേജാണ് നമ്മുടെ ഇരിപ്പിടത്തിൻ്റെ തൊട്ടു മുകളിലുള്ള ഓവർ ഹെഡ് ബിന്നിൽ വയ്ക്കുക. അതിൽ കൊള്ളാവുന്ന ഒരു സൈസ് ഉണ്ട്. തായ് എയർ ഏഷ്യ ഫ്ലൈറ്റിന് അവരൊരു വലുപ്പം പറയുന്നുണ്ട്. അതിൽ കവിയാൻ പാടില്ല. മാക്സിമം ഈ കാണുന്ന വലിപ്പമാണ് അതിനുണ്ടാവുക. പല ഫ്ലൈറ്റുകൾക്കും ഈ അളവിൽ അല്പസ്വല്പം മാറ്റം ഉണ്ടാവും. അതുകൂടാതെ ഇതിൽ അനുവദനീയമായ ഭാരം 7 kg ആണ്, 7 കിലോ. തിരിച്ചു വരവിൽ സാധനങ്ങൾ വാങ്ങിയാൽ അത് മിക്കവാറും തികയാതെ വരും. അതിനായി ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ചെക്ക് ഇൻ ബാഗേജിനുള്ള പണം പിശുക്കാതെ പേ ചെയ്യുന്നത് നന്നായിരിക്കും. വിമാനയാത്രയുടെ 4 മണിക്കൂർ മുമ്പ് വരെ ചെക്ക് ഇൻ ബാഗേജ് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി യാത്രക്കിടയിൽ നമ്മുടെ ഓർമ്മകളായ ഫോട്ടോകളും വീഡിയോകളും കുലുക്കമില്ലാതെ ഭംഗിയായി എടുക്കാനുള്ള ഡിവൈസുകളെ പറ്റി പറയാം. ഇതൊരു ഗിംബലാണ്. സ്റ്റെബിലൈസ്ഡ് ഷോട്ടുകൾക്ക് ഇത് സഹായിക്കും. ഒന്ന് ഫോട്ടോ എടുത്തു തരാമോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കാതെ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സെൽഫി സ്റ്റിക്ക് ട്രൈപോഡാണിത്. ഇതിൽ 10 മീറ്റർ ദൂരത്ത് നിന്ന് വരെ ക്യാമറ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ട്. ഇതിന് മേൽ ഗിംബൽ സ്ക്രൂ ചെയ്ത് വെക്കാനുള്ള സംവിധാനമുണ്ട്. ഗിംബലിലെ ഫോളോ ഓൺ മോഡ് ഓട്ടോമാറ്റിക്കായി നമ്മളെ പിന്തുടരുകയും ചെയ്യും. രണ്ടിൻ്റെയും മൊത്തം ഭാരം ഏകദേശം 900 ഗ്രാം മാത്രമേ വരൂ. ഇനി വെള്ളത്തിനുള്ളിലൊക്കെ മൊബൈൽ ഉപയോഗിക്കാനുള്ള ഡിവൈസ് അഥവാ പൗച്ച് ആണ് ഈ കാണുന്നത്. ഇത് ഊതി അല്പം വീർപ്പിച്ച് വെള്ളത്തെ പേടിക്കാതെ ഷോട്ടുകൾ എടുക്കാം. പിന്നെ വ്ളോഗിങ്ങിനും മറ്റുമായി നമ്മുടെ ശബ്ദം പിടിച്ചെടുക്കാനുള്ള കോളർ മൈക്ക് സംവിധാനം. മറ്റൊന്ന് യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്ററാണ്. നമ്മുടെ നാട്ടിലുള്ള പ്ലഗുകളാവില്ല വിദേശത്ത്. മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഇത്തരമൊരെണ്ണം എടുക്കുന്നത് നല്ലതാണ്. പിന്നെ മരുന്നുകൾ എടുക്കുമ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും കൂടി കയ്യിൽ കരുതണം. ലിക്വിഡ് രൂപത്തിലുള്ള 100 ml വരെ മാത്രമേ പാടുള്ളൂ വിമാനത്തിലെന്ന് പറയാറുണ്ട്. കുളിക്കാനുള്ള ഷാമ്പൂ ഒന്നും തീരെ എടുക്കേണ്ടതില്ല. കാരണം അതിനുള്ള തോർത്തും ഷാമ്പൂവും, തോർത്തെന്ന് ഉദ്ദേശിക്കുന്ന ടവൽ ഒക്കെ നമ്മൾ താമസിക്കുന്ന മുറിയിൽ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാരം എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു ഡിജിറ്റൽ വെയിങ് സ്കെയിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം. അതിൻ്റെ ആവശ്യം വരാറില്ല. എയർപോർട്ടിൽ തൂക്കമറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ധാരാളമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ടൂർ ഏജൻസി നിങ്ങളോട് ആദ്യം പറയാനിടയില്ലാത്തതുമായ ഒരു ചിലവുണ്ട്. ചിലവല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ കയ്യിൽ കരുതേണ്ട പണം അഥവാ പോക്കറ്റ് മണിയാണ്. തായ്ലൻഡ് യാത്രയ്ക്ക് 2025
10,000 തായ് ബാത്ത് ഒരാളുടെ പക്കലുണ്ടാവണം. ഏകദേശം 30,000 ഇന്ത്യൻ രൂപ ആണ് 10,000 തായ് ബാത്ത്. അത് വേണമെങ്കിൽ തീരെ ഉപയോഗിക്കാതെ യാത്രക്കാരന് തിരികെ കൊണ്ടുവരാം. പക്ഷെ അതിനായി കറൻസി ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് തായ് ബാത്തിലേക്ക് മാറ്റി കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സെൻറ്ററുകൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. ഞാൻ കോഴിക്കോടുള്ള തോമസ് കുക്കിൽ നിന്നാണ് എക്സ്ചേഞ്ച് ചെയ്തത്. പിന്നെ യാത്രക്കിടയിൽ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളവ നനയാതിരിക്കാനും സംവിധാനമുണ്ട്. വാക്വം സ്റ്റോറേജ് ബാഗുകൾ, അതിലിട്ട് അരയിൽ കെട്ടിവെക്കാനുള്ള ഒരു ക്രോസ് ബോഡി വേസ്റ്റ് പൗച്ച് വാങ്ങി അതിനുള്ളിൽ പാസ്പോർട്ടുകൾ വേണമെങ്കിൽ വെക്കാവുന്നതാണ്. ഇനി തായ്ലൻഡിലെ കാഴ്ചകളെക്കുറിച്ചും മുൻകൂട്ടി തയ്യാറാവേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം.